Hi my friends, today welcome to my channel. My name is Shan Shamji. Today is very sunny. I was welcome to my sister. Come on Isha Fatima. My name is Isha Fatima. I was staying in my mother's country. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മദേഴ്സിൻ്റെ കൺട്രിയാണ്. ഞാനിപ്പോൾ സയൻസിനെ കുറിച്ച് പറയുന്നത് ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നു. ഫെർട്ടിലൈസേഴ്സ്. ഹായ് ഇഷ, ഞാൻ കുറച്ച് കാര്യങ്ങൾ മണ്ണിനെ കുറിച്ച് പറയാൻ പോവുക. ഇവിടെ രണ്ട് മണ്ണുണ്ട്, രണ്ട് മണ്ണുകളുണ്ട്. ഒന്ന് റെഡ് മണ്ണും ഒന്ന് ബ്ലാക്ക് മണ്ണും. അതായത് ബ്ലാക്ക് മഡ് ആൻഡ് റെഡ് മണ്ണ്. റെഡിന് അത്രയ്ക്ക് അങ്ങനെ ഫെർട്ടിലൈസേഴ്സ് ഇല്ല, പക്ഷെ ബ്ലാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടില്ലേ, ഇതാണ് റെഡ് മൺ. ഇതിൽ ഈ റോക്കും മണ്ണും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്. ഇതാണ് ഇറ്റ് ഈസ് കോൾഡ് റെഡ് സോയിൽ. ഇതിന് അത്ര ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇല്ല, പക്ഷെ ബ്ലാക്കിന് അത്ര ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. എന്നാലും ചെടികളൊക്കെ ഉണ്ടാവും. നല്ല മണ്ണ്. ഇതാണ് ബ്ലാക്ക് മണ്ണ്. ഇതിൽ ഭയങ്കര ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, കാരണം ഇതിൽ മണ്ണിനെയും ഈ മറ്റേ പുഴുക്കളും ബ്ലാക്ക് പുഴുക്കളും ഈ പുഴുക്കളും പിന്നെ എർത്ത് വേമൊക്കെ കൂടുണ്ടാക്കണ ഈ സ്ഥലമാണ് ഇത്, ബ്ലാക്ക് മൺ സോയിൽ. ഹലോ, ഇതാണ് ബ്ലാക്ക് മൺ. ഇതില് ഈ പുഴുക്കളും മണ്ണും ഇതില് ഫെർട്ടിലൈസേഴ്സ് ആക്കും, കാരണം ഇതില് പുഴുക്കളുണ്ട്, എർത്തുവേമുണ്ട്. ഇതില് ഭയങ്കര ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാണ്. സോ ചെടികൾ പെട്ടെന്ന് വളരും. നമ്മൾ മുറിച്ചിട്ട് ചെടി വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഫെർട്ടിലൈസേഴ്സ്. എനിക്ക് മനസ്സിലായോ? ഞാൻ ഇനി അടുത്തത് മണ്ണിനെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് കുറച്ച് ടൂൾസ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഷാവൽ. ഇത് ഷാവലാണ്. ഇത് മണ്ണ് മാന്താനുള്ള സാധനമാണ്. ഇത് മണ്ണ് മാന്തിയിട്ട് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. ഇത് അതുപോലത്തെ ഒരു സാധനമാണ്. ഇതിങ്ങനെ മണ്ണ് മാന്തിയിട്ട് നമുക്ക് ഇങ്ങനെ കുഴിച്ചിടാൻ അങ്ങനെയൊക്കെ യൂസ് ഉള്ള ഒരു സാധനമാണ് ഇത്. ഞാനിപ്പോൾ മണ്ണ് കളയ്ക്കാൻ പോവാണ്. ഇച്ചിരി നമുക്ക് മണ്ണ് കളയ്ക്കാം. വാ, കളയ്ക്കാം. മണ്ണിൽ നമുക്ക് ഉണ്ടോയെന്ന് നോക്കാം. വാ, നോക്കാം മണ്ണിലുണ്ടോയെന്ന് നോക്ക് മച്ചന്മാർ, ഫ്രണ്ട്സ്. മണ്ണീര വലിയത്. ഓ, മണ്ണീരനെ കണ്ടില്ല. ഇതാണ് മണ്ണീര. ഇതാണ് നമ്മളുടെ ബ്ലാക്ക് സോയിലിനെ ഫിൽട്ടറൈസ് ആക്കുന്നത്. നമ്മളുടെ സോയിലിനെ ഫിൽട്ടറൈസ് ആക്കുന്നത് ഈ മണ്ണ്. ഇതാണ് അതുപോലെ കുറേ പുഴുക്കളുണ്ടാകും. ദിസ് ഈസ് കോൾഡ് എർത്ത് വേം. ഇംഗ്ലീഷിൽ പറയണതാണ്. ഇതിന്റെ പ്രത്യേകത ഇത് സ്കിന്നിൽ കൂടെയാണ് ശ്വസിക്കുക. അതായത് ഈ ഓക്സിജൻ വലിക്കുന്നത് സ്കിന്നിൽ കൂടെയാണ്. ഇത് പേടിയുണ്ടോ? പക്ഷെ പേടിക്കണ്ട, ഇതൊന്നും ചെയ്യില്ല. ഇത് നമുക്ക് ഇങ്ങനെ സിമ്പിളായി കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കാം. ഇതിന് ഞാൻ സൈഡ് വെട്ടിയപ്പോൾ മുറിഞ്ഞു പോയി. ഇത് കാരണം വെട്ടിയപ്പോൾ മുറിഞ്ഞു പോയി.
നമുക്ക് ഈ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ഫിഷിങ്ങിന് ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ചൂണ്ടയിൽ കോർത്തിട്ട് നമുക്ക് ഫിഷിന് ഇങ്ങനെ പിടിക്കാൻ ഈസിയായി പിടിക്കാൻ പറ്റും. ഇത് ഫിഷിൻ്റെ ഏത് ഫുഡാണ്, നല്ല ഫ്രഷ് ഫുഡാണിത്. ഫിഷിൻ്റെ ഫേവറേറ്റ് ഫുഡാണിത്. ഇത് പേരുണ്ടോ? എനിക്ക് പേടില്ല. ഇങ്ങനെ ഫിൽട്രൈസ് ചെയ്യും. പിന്നെ ബ്ലാക്ക് മണ്ണിനെ ഇങ്ങനെ ഈ റൂട്ടിൽ ഇങ്ങനെ ഈ ചെടികളൊക്കെ ഇങ്ങനെ വളർത്താനൊക്കെ ഇങ്ങനെ വളരും. ഈ മണ്ണ് ഫിൽട്രൈസ് ആയിട്ട് ഈ ചെടികളൊക്കെ വളരും. ആദ്യം പുഴു മണ്ണിനെ ഫിൽട്രൈസ് ആക്കും. ഫിൽട്രൈസ് ആക്കിയിട്ട് ചെടികൾക്ക് ഇങ്ങനെ വളരുന്നുണ്ട്. ചെടികൾ വളർന്ന് ചെടികൾ ന്യൂട്രിയൻസ് മിനറൽസ് അതൊക്കെ കിട്ടും. ഇതാണ് ഇതിന്റെ വീട്. ഇത് കുറ്റു പോലെ ഇങ്ങനെ ഉണ്ടാക്കും. ഇത് ഇങ്ങനെ മുള പോലെ ഉണ്ടാക്കും. ഇത് കുറ്റു പോലെ ഉണ്ടാക്കും. ഇത് ചപ്പും ചവറൊക്കെ ഇത് മണ്ണില ഇങ്ങനെ അലിയിക്കും. മണ്ണില ഇങ്ങനെ ചപ്പും ചവറും ഇങ്ങനെ അലിയിക്കും. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ പുഴുവിനെ കാണിച്ചു തരാം. ഇതുപോലെ കുറെ ആനിമൽസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് വൂംസ് ഉണ്ട്, എർത്ത് വൂംസ് ഉണ്ട്, അതായത് കുറെ ഉണ്ട്. അതായത് നമുക്ക് ആനിമൽസ് ഉണ്ട്, ജീവികളുണ്ട്. ചില കൃമികൾ നല്ലതായിരിക്കും, ചില കൃമികൾ പൊട്ടയായിരിക്കും. അങ്ങനെയുണ്ട്. എക്സാമ്പിൾ ഫോർ ഈ തൈരിലൊക്കെ കീഴിലൊക്കെ ഉണ്ടാക്കണം പുളിക്കണില്ല, അതൊക്കെ ഒരു പുഴുവിൻ്റെ പണിയാണ്. പുഴു ഇങ്ങനെ ഉണ്ടാക്കി കീടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പുളിപ്പിക്കും. അങ്ങനെ നമുക്ക് ഇനി അടുത്ത വർഷം പുതിയ ആനിമൽസും ക്രിമിയും ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.